നമസ്കാരം, എഡിറ്റർ ലൈവ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. സെലിബ്രേറ്റിംഗ് 50 years. മജസ്റ്റിക് ജുവല്ലേഴ്സ്. തിരൂർ മംഗലത്ത് തിരുവോണ നാളിൽ വീടിന്റെ പൂട്ടു തകർത്ത് കവർച്ച. വിറക് കച്ചവടത്തിനായി അലമാരയിൽ സൂക്ഷിച്ചിരുന്ന 1.5 ലക്ഷം രൂപ നഷ്ടമായി. കവർച്ച നടന്നത് ആവണക്കാട്ട് തിരുത്തുമ്മൽ വീട്ടിൽ അറമുഖന്റെ വീട്ടിൽ. വീടിന് പുറകുവശത്തെ വാതിലിന്റെ പൂട്ടു തകർത്താണ് അകത്തു കടന്നിട്ടുള്ളത്. രാവിലെ 7 മണിയോടെ വീട്ടിലെത്തിയപ്പോഴാണ് സംഭവം അറിയുന്നതെന്ന് അറമുഖൻ എഡിറ്റർ ലൈവിനോട് പറഞ്ഞു. 7 മണിയാകുമ്പോൾ അവിടെ ലൈറ്റൊക്കെ ഇട്ട് ഞാൻ അങ്ങോട്ട് പോയതാണ്. പിന്നെ കാലത്തൊരു 7 മണി ആയിട്ടുണ്ടായിരിക്കും ഞാൻ അവിടെ വന്നപ്പോഴാണ് ഇത് കാണുന്നത്. കയറിയപ്പോൾ കണ്ടപ്പോൾ ഈ വാർഡ് തുറഞ്ഞപ്പോൾ അവിടെ ഞാൻ കയറിയാണ്ട് ചെല്ലുന്നത് തന്നെ ഞാൻ ഈ പറഞ്ഞ റൂമിൽ സാധനങ്ങളൊക്കെ പുറത്തിട്ടിരിക്കുകയാണ്. അൾമറയൊക്കെ തുറന്ന് കിടക്കുന്നത്. പിന്നെയാണ് അപ്പുറത്ത് അങ്ങോട്ട് വടക്കോട്ട് നോക്കിയപ്പോൾ ഇത് പൊളിച്ച് കിടക്കുക ആ ഭാഗത്തിൽ കൂടെ. അപ്പോൾ ഈ വാതിൽ ഞാൻ തുറന്നതാണല്ലോ. അപ്പുറത്ത് പോയപ്പോൾ അതാണ് സംഗതി ഉണ്ടായത്. 7 മണി ഏകദേശം ആവാറായിരിക്കണം. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ലൈറ്റൊക്കെ ഇട്ടിട്ടാണ് ഞാൻ അങ്ങോട്ട്. ഇവിടെ അമ്പലത്തിൽ മറ്റവരൊക്കെ വിളക്ക് വെച്ച് അതേ എനിക്കൊരു ചെറിയ വിറകിൻ്റെ കച്ചവടം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് വിറ്റ പൈസ എൻ്റെ കയ്യിലുള്ള പൈസ പോയത് 50,000 രൂപയാണ്. ഞായറാഴ്ച രാത്രി വീട് പൂട്ടി ഉറങ്ങാനായി സമീപത്ത് താമസിക്കുന്ന മകൻ ജയപ്രകാശിന്റെ വീട്ടിലേക്ക് പോയതായിരുന്നു അറമുഖൻ. സാധാരണ മക്കളോ പേരക്കുട്ടികളോ ഇവിടെ വന്ന് കിടക്കലാണ് പതിവ്. ഓണം പ്രമാണിച്ച് എല്ലാവരും വിരുന്നു പോയിരുന്നതിനാലാണ് ജയപ്രകാശിന്റെ വീട്ടിലേക്ക് അറമുഖൻ പോയത്. തിരൂർ പോലീസ് സ്ഥലത്തെത്തി പരിശോധനകൾ നടത്തി. വിറക് കച്ചവട ആവശ്യത്തിനായി സൂക്ഷിച്ചിരുന്നതാണ് നഷ്ടമായ പണം. മരം വാങ്ങി വിറകാക്കി വിൽപ്പന നടത്തുന്നതാണ് അറമുഖന്റെ രീതി. തിങ്കളാഴ്ച മരം കച്ചവടമാക്കാൻ കരുതി വെച്ചതായിരുന്നു പണം. വീടിന് സമീപത്ത് കുടുംബക്ഷേത്രമുണ്ടെങ്കിലും അവിടേക്ക് കവർച്ചക്കാർ എത്തിയിട്ടില്ല. എഡിറ്റർ ലൈവ് മംഗലം. ഓൾമോസ്റ്റ് എല്ലായി. ഈ ഒരു ഡിസൈൻ മാത്രം കണ്ടില്ല. അതിനെന്താ, മോൾ ആ ഡിസൈൻ ഞങ്ങൾക്ക് അയച്ചത്. ഞങ്ങൾ അതേപോലെ ഡിസൈൻ ചെയ്ത് മാല വീട്ടിലെത്തിക്കാം. ആഹാ, അത് കൊള്ളാലോ. ഇപ്പൊ എന്നെ ഡിസൈൻ അയച്ചുതരാം. അപ്പൊ അനക്ക് വേണ്ടല്ലേ? സെലിബ്രേറ്റിംഗ് 50 years. മജസ്റ്റിക് ജുവല്ലേഴ്സ്.